ചിലപ്പോൾ കാരണമില്ലാതെ തന്നെ ഉപ്പുള്ള പലഹാരങ്ങൾ കഴിക്കണമെന്ന ആഗ്രഹം വരാറുണ്ടോ? പലർക്കും ഇത് ഒരു ചെറിയ ശീലം പോലെ തോന്നിയേക്കാം. എന്നാൽ ശരീരത്തിലെ പോഷക സന്തുലിതാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയായിരിക്കാം ഈ ആസക്തി. അതിനാൽ ഇതിനെ അവഗണിക്കാതെ ശരിയായ ഭക്ഷണക്രമത്തിലൂടെ നിയന്ത്രിക്കുന്നത് ഏറെ പ്രധാനമാണ്. ഉപ്പിനോടുള്ള ആകർഷണത്തിന് പ്രധാനമായും കാരണമാകുന്നത് നിർജ്ജലീകരണം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുന്ന ഭക്ഷണരീതി എന്നിവയാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് ശരീരത്തിലെ സോഡിയവും പൊട്ടാസ്യവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയും സൂചിപ്പിച്ചേക്കാം. ഈ രണ്ട് പ്രധാന ഇലക്ട്രോലൈറ്റുകളുടെ ശരിയായ ബാലൻസ് നിലനിർത്തുന്നത് ആരോഗ്യത്തിനും ശരീരപ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ്. പോഷകാഹാര വിദഗ്ധയായ നാൻമി അഗർവാൾ നിർദ്ദേശിക്കുന്നത് പൊട്ടാസ്യം സമ്പന്നമായ ഭക്ഷണങ്ങൾ ദിവസേന ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ പ്രശ്നം നിയന്ത്രിക്കാമെന്നാണ്. പ്രത്യേകിച്ച് വാഴപ്പഴം, മധുരക്കിഴങ്ങ്, പാലക്, ചീര എന്നിവ ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം നൽകുകയും ഉപ്പിനോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ചീര സൂപ്പായോ വേവിച്ചോ എല്ലാം കഴിക്കാവുന്നതാണെന്ന് പോഷകാഹാര വിദഗ്ധയായ നാൻമി അഗർവാൾ പറയുന്നു. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപ്പിട്ട ആസക്തിയെ മറികടക്കാൻ സഹായിക്കും. ഏതൊക്കെയാണ് ഈ ഭക്ഷണങ്ങൾ എന്ന് നോക്കാം. വാഴപ്പഴം ശരീരത്തിലെ സോഡിയം അധികം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച ഭക്ഷണമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളും സ്വാഭാവിക മധുരവും വയർ നിറഞ്ഞതായി തോന്നിപ്പിച്ച് ഉപ്പുള്ള പലഹാരങ്ങളിലേക്കുള്ള ആകർഷണം കുറയ്ക്കുന്നു. മധുരക്കിഴങ്ങ് പൊട്ടാസ്യത്തിൽ സമ്പന്നമാണ്. ഇത് വൃക്കകൾക്ക് സഹായമായി പ്രവർത്തിച്ച് ശരീരത്തിലെ അധിക സോഡിയം പുറത്താക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഈ സംവിധാനം ദഹിക്കുന്നതിനാൽ കൂടുതൽ നേരം തൃപ്തി നൽകുകയും ഇടയ്ക്കിടെ പലഹാരം കഴിക്കാനുള്ള തോന്നൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പാലക് ചീരയിൽ തലച്ചോറിന്റെ ഭക്ഷണാഗ്രഹങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചീര ഉൾപ്പെടുത്തിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉപ്പുള്ള പലഹാരങ്ങളോടുള്ള ആസക്തി 30% വരെ കുറയ്ക്കാമെന്നാണ്. ഉപ്പിനോടുള്ള ആകർഷണം ചെറിയൊരു ശീലം മാത്രമല്ല, ശരീരത്തിൽ ഒരു മുന്നറിയിപ്പായിരിക്കാം. അതിനാൽ ഇത് അവഗണിക്കാതെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ശരീരത്തിലെ പോഷക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വളരെ പ്രധാനമാണ്. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യവും നിയന്ത്രണവും ഒരുമിച്ച് കൈവരിക്കാൻ നമുക്ക് കഴിയും.